കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു വലിയ ബോംബിട്ടു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കള്ളക്കളികളെക്കുറിച്ചുള്ള ഒരു ആറ്റം ബോംബ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിന്റെ ഒരു നിർണായക വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. BJP നടത്തുന്ന തെരഞ്ഞെടുപ്പ് കള്ളത്തരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തെളിവ് സഹിതം അദ്ദേഹം ഇന്നിപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന് വ്യാജ വോട്ടർമാർ. അത് മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മാത്രം 40 ലക്ഷത്തിലധികം വ്യാജ വോട്ടർമാരുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, കർണാടകയിലേക്കും ഹരിയാനയിലേക്കും പോയാൽ അത് മറ്റൊരു കാര്യം. കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 70 വയസ്സായ കന്നി വോട്ടറുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് 2-3 ഇടങ്ങളിൽ വോട്ടുണ്ട്, ഒരാൾക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട്. അതുപോലെ തന്നെ ചിലരുടെ ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ പേരിൻ്റെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കുറേ അക്ഷരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതിന് കൂട്ടുനിൽക്കുകയാണ്. അജിം സർ, ഈ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഒരു ഒറ്റമുറി റൂമിൽ തന്നെ 80-ലധികം വോട്ടർമാർ, ഈ പറഞ്ഞതുപോലെ 70 വയസ്സായ കന്നി വോട്ടർ. എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഒരു ബിയർ പാർലർ, ബ്രൂവറിയിൽ 68 വോട്ടുണ്ട്. ഒരു ബ്രൂവറിയുടെ അഡ്രസ്സാണ്, അതിൽ 68 വോട്ട്. ഒറ്റമുറി വീട്ടിൽ 80 വോട്ട്. അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ള കണക്കുകളാണ് വരുന്നത്. പക്ഷേ ഇത് ആറ്റം ബോംബ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ ആർക്കാണ് അറിയാത്തത്? ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ തെളിവ് കാണിക്കാൻ രാഹുൽ ഗാന്ധിക്ക് 10 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം. അതിനപ്പുറം ഇത് ആറ്റം ബോംബ് എന്ന് പറയില്ല. കാരണം എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. സിവിൽ സൊസൈറ്റി എത്ര നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്നുള്ള വിവരം വരുന്നത് മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷമാണ്. അങ്ങനെ ഒരു അതുവരെ എന്താ പറഞ്ഞിട്ടുണ്ട്, EVM പ്രശ്നമുണ്ടെന്നാണ്. ഇതൊരു കമ്പൈൻഡ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വിശദീകരണത്തിന് ശേഷവും അത് പൂർണ്ണമായി വ്യക്തമല്ല. ഇപ്പോൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കൊണ്ട് മാത്രം കള്ളവോട്ട് ചെയ്ത് ജയിക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പം വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ സ്വാഭാവികമാണ്. അതിന് വേണ്ടിയിട്ട് റിവ്യൂ ചെയ്യും, മരിച്ചവരുടെ പേര് മാറ്റും, സ്ഥലം മാറിപ്പോയവരുടെ പേര് മാറ്റും, ഡബ്ലിംഗ് ഉള്ളിടത്ത് മാറ്റും. അങ്ങനെയുള്ള ഇപ്പോൾ കേരളത്തിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചിരുന്നു, ധാരാളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം, ടെക്നിക്കലി സംഭവിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഒരുതരം ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് കൊണ്ട് മാത്രമല്ല. ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ 40 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട് മഹാരാഷ്ട്രയിൽ എന്ന് പറയുന്നു. ആ വോട്ട് ആരാണ് ചേർത്തത്? ആ വോട്ട് ആരാണ് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മുടെ ബൂത്തിൽ കുറേ കള്ളവോട്ടുണ്ടെന്ന് വയ്ക്കുക. നമ്മൾ ആദ്യം പോയി വോട്ട് ചെയ്തു, രണ്ടാമത് നമ്മൾ വോട്ട് ചെയ്യാമെന്ന വേറെ വോട്ട് ചെയ്യാമെന്ന് നമുക്ക് സമ്മതിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് പിന്നിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു എഫേർട്ടുണ്ട്. അതാരാണ് ചെയ്യുന്നത്? ഈ കള്ളവോട്ടുകൾ ആര് ചേർക്കുന്നു? ആ വോട്ടുകൾ ആര് ചെയ്യുന്നു? അത് ചെയ്യാൻ വേണ്ടി ആരെ നിയോഗിക്കുന്നു? ഇങ്ങനെയുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടയ്ക്കാതെ ഇത്രയും കള്ളവോട്ടുകൾ ചെയ്യാൻ കഴിയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി മഹാരാഷ്ട്രയിൽ ഉദാഹരണം എടുക്കുക. ഇപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം എന്താണ്? മഹാരാഷ്ട്രയെക്കുറിച്ചല്ല. ഏറ്റവും വലിയ അട്ടിമറി നടന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയെക്കുറിച്ചല്ല വാർത്താ സമ്മേളനം. പകരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ ബാംഗ്ലൂർ നോർത്ത് എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ഒരു അസംബ്ലി മണ്ഡലത്തിൻ്റെ മാത്രം സ്പെസിമെൻ എടുത്ത് അവർ പരിശോധിച്ചതിലാണ് ഈ തെളിവുകൾ പുറത്തു വരുന്നത്. മഹാരാഷ്ട്ര ഇതുവരെ തൊട്ടിട്ടില്ല, ഹരിയാനയും തൊട്ടിട്ടില്ല. തൊട്ടത് ഒരു അസംബ്ലി മണ്ഡലം മാത്രമാണ്. അപ്പോൾ ഈ അസംബ്ലി മണ്ഡലത്തിൽ ആണ് അവർ കണ്ടെത്തിയൊരു കാര്യം എന്താണ്? ഈ പറയുന്ന ഇവർ സാമ്പിൾ എടുത്തിട്ടുള്ള അസംബ്ലി മണ്ഡലത്തിലെ ലീഡ് കൊണ്ട് മാത്രമാണ് ആ ലോക്സഭാ മണ്ഡലം അവർ ജയിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ആ ഒരു അസംബ്ലി മണ്ഡലം ഇല്ലായിരുന്നെങ്കിൽ ഇവർ 88,000 വോട്ടിന് കോൺഗ്രസ് ജയിക്കേണ്ട മണ്ഡലമാണത്. ആ ഒരൊറ്റ അസംബ്ലി മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് അവിടെ 20,000 അധികം വോട്ടിന് അവിടെ BJP ജയിക്കുകയാണ്. അപ്പോൾ അവരാണ് അത് മാത്രമാണ് പരിശോധിച്ചത്. അത് പരിശോധിക്കാൻ ഈ വിഷയം, അതായത് തെരഞ്ഞെടുപ്പ് ജനഹിതം അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം 2014 മുതലുള്ള പല തെരഞ്ഞെടുപ്പുകളിലും സിവിൽ സൊസൈറ്റി ഉന്നയിക്കുന്നതാണ്. സിവിൽ സൊസൈറ്റി ഇത് ഉന്നയിക്കുമ്പോൾ അന്ന് സിവിൽ സൊസൈറ്റിപ്പെട്ട ആൾക്കാർ ഉന്നയിക്കുന്നത് EVM ക്രമക്കേടാണ് എന്നാണ്. EVM കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചു. EVM കുറിച്ച് സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടന്ന ഈ സമയത്തും EVM കുറിച്ച് ഗുരുതരമായ സംശയമുണ്ട്. അതിനർത്ഥം EVM വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് BJPക്ക് എല്ലാ വോട്ടുകളും മാറിപ്പോകുന്നു. അങ്ങനെയല്ല അത് മാറുന്നത്. നമുക്ക് കാണാതായ EVM ഉണ്ട്. അതായത് അൺഅക്കൗണ്ടബിൾ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയ EVM ഉണ്ട്. ആ EVM എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഉണ്ടാവുന്നുണ്ട്. ബൂത്തുകളിലെ CCTV കണ്ണടയ്ക്കുന്നുണ്ട്. EVM സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ മാൽ പ്രാക്ടീസസ് നടക്കുന്നുണ്ട്. ഇതെല്ലാം തെളിവുകളുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം സ്ട്രാറ്റജികളുടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് പറയുന്നത്.
അതൊരു പക്ഷേ ഈ EVM റിഗ് ചെയ്തിട്ടാകാം, ഏതെങ്കിലും തരത്തിൽ ഫിസിക്കലി അത് കൈവശപ്പെടുത്തി റിഗ് ചെയ്യുന്നതായിരിക്കാം. അതിനുള്ള ഉദാഹരണങ്ങളുണ്ട്. കാരണം വോട്ട് ചെയ്തതിന് ശേഷം EVM സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ട്രോങ് റൂമുകളിൽ പാതിരാത്രി കൊണ്ടുവന്ന് ലോഡ് കണക്കിന് EVM ഇറക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് പല രീതിയിലാകാം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുക. ഇപ്പോൾ വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്താണെങ്കിൽ വോട്ടർ പട്ടികയിൽ 40 ലക്ഷം പുതിയ വോട്ടർമാരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കും. ഇതാരാണെന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും ബൂത്തിൽ ഇങ്ങനെ ഒരു വോട്ടറില്ലല്ലോ എന്ന് ബൂത്ത് ഏജൻറ്റിന് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഈ കേരളത്തിൽ പോലും അത്തരമൊരു ആരോപണം ഉയർന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ 40,000-ലധികം പുതിയ വോട്ടർമാരുണ്ടായി എന്ന ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവായ TN പ്രതാപനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 പുതിയ വോട്ടുകൾ ചേർത്തു. അതായത് അവിടെ തൃശ്ശൂരിൽ സ്ഥിരതാമസക്കാരില്ലാത്ത പുറത്തു നിന്നുള്ള ആളുകളുടെ പേരുകൾ ഇവിടെ അടഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളുടെ അഡ്രസ്സിൽ ചേർക്കപ്പെട്ടു എന്നാണ് ആരോപിക്കപ്പെട്ടത്. അത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ കോൺഗ്രസിന് കുറേ കൂടി പ്രവർത്തകരുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു ആരോപണം TN പ്രതാപൻ ഉന്നയിച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അത് ഫോളോ അപ്പ് ചെയ്തിരുന്നു. എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ 40,000 പുതിയ വോട്ടുകൾ ചേർക്കാന്ന് പറഞ്ഞാൽ അത്രയും വോട്ട് 80,000 വോട്ടിന് അയാൾ ജയിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മാത്രം ജയിച്ചു എന്നല്ല പറയുന്നത്. അങ്ങനെ ഒരു റിഗ്ഗിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്ത് അതിൻ്റെ തെളിവുകൾ പുറത്തു കൊണ്ടുവരണ്ടേ? എന്തുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തെളിവുകൾ കിട്ടാത്തത്? അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ സംശയം തോന്നി തുടങ്ങിയത് മഹാരാഷ്ട്ര ഇലക്ഷൻ ശേഷമാണ് കോൺഗ്രസിന്. അതുവരെ പറഞ്ഞ EVM റിഗ്ഗിങ് തെരഞ്ഞെടുപ്പ് അട്ടിമറി ഒരു മൈൻഡ് ചെയ്തിട്ടില്ല കാര്യമായിട്ട്. തെളിവില്ലായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയ്ക്ക് ശേഷം മനസ്സിലായി. മഹാരാഷ്ട്രയിൽ എന്ത് അട്ടിമറി നടന്നുള്ള തെളിവ് സഹിതം കണ്ടെത്തിയോ? ഇല്ല. അതുകൊണ്ടാണ് ഇവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പല പ്രാവശ്യം കത്തയച്ചു. വോട്ടർ പട്ടിക ഇവർക്ക് കൊടുത്തില്ല. വോട്ടർ പട്ടിക ഡിജിറ്റൽ രൂപം കൊടുത്തില്ല. അവസാനം ഇവർക്ക് ലഭ്യമായതാണ് കർണാടകയിലെ ഈ ബാംഗ്ലൂർ നോർത്തിലെ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ലഭ്യമായത് വെച്ച്. ആ ലഭ്യമായത് തന്നെ OMR, അത് മെഷീൻ റീഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല. അതായത് ഇപ്പോൾ ഒരു പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ വഴി താരതമ്യം ചെയ്യാവുന്ന രീതിയിലായിരുന്നില്ല. അവർ മാനുവലിയാണ് ഓരോ പേജും എടുത്ത് നോക്കി മാനുവലി ചെക്ക് ചെയ്തതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. അവർ കണ്ടെത്താൻ കഴിയാതെ വേറെയും ഉണ്ടാകാം, വേറെയും അട്ടിമറികളുണ്ടാകാം ആ വോട്ടർ പട്ടികയിൽ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ ഈ സ്ക്രൂട്ടനൈസിങ്ങിനോട് സഹകരിച്ചിട്ടില്ല. എന്നിട്ടും അവരൊരു അസംബ്ലി മണ്ഡലത്തിലെ സ്പെസിമെനായി എടുത്ത് അതിലെ തെളിവുകൾ അവർ പുറത്തു കൊണ്ടുവന്നു. അത് അഭിനന്ദനീയം തന്നെയാണ്. ഒരു വർഷം എടുത്തു അത് തീരാനെങ്കിലും. പക്ഷേ ഇപ്പോഴും മഹാരാഷ്ട്രയിലെ തെളിവുകൾ വന്നിട്ടില്ല, ഇപ്പോഴും ഹരിയാനയിലെ തെളിവുകൾ വന്നിട്ടില്ല, ഇപ്പോഴും തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ തെളിവ് വന്നിട്ടില്ല. അപ്പോൾ ഇത് കോൺഗ്രസ്സിന് എന്തുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, കോൺഗ്രസ്സിന് അത് എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് സമാജ്വാദി പാർട്ടിക്ക് ശക്തിയുള്ള ഉത്തർപ്രദേശിൽ, CPM-ന് ശക്തിയുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഈ അട്ടിമറി നടക്കുന്നില്ല? ഇപ്പോൾ തൃശ്ശൂർ ഉദാഹരണം ഉണ്ടെങ്കിൽ പോലും പൊതുവെ കേരളത്തിൽ നടക്കുന്നില്ല. UP-യിൽ സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ജയിച്ചത്? ഈ അട്ടിമറിക്ക് അവർ ആ അട്ടിമറിയെ തടയിട്ടു. അവരുടെ ബൂത്തുകളിൽ ഇത്തരത്തിലുള്ള മാൽപ്രാക്ടീസുകൾ അവർ കണ്ടെത്തിയത് ക്ലെയിം ചെയ്തു, ഫ്ലാഗ് ചെയ്തു. വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് അത് സാധിക്കുന്നുണ്ട്, കേരളത്തിൽ CPM-ന് അത് സാധിക്കുന്നുണ്ട്. ഒരു പരിധി വരെ തൃശ്ശൂർ ഒഴികെ. തൃശ്ശൂർ മാത്രമാണ് അതിനെതിരെ ഒരു അപവാദം ഉയർന്നത്. DMK ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ഇത് നടക്കുന്നില്ല, ആന്ധ്രാപ്രദേശിൽ നടക്കുന്നില്ല. ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടിക്കും അതുപോലെ YSR കോൺഗ്രസിനും ഒക്കെ അവിടെ പാർട്ടി അണികളുണ്ട്. അപ്പോൾ താഴെ തട്ടിൽ പാർട്ടി അണികളുള്ള ബൂത്തിലിരിക്കാൻ ആളുകളുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ അട്ടിമറി സാധ്യമല്ല എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്ന പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നും ആം ആദ്മി പാർട്ടിക്കോ കോൺഗ്രസിനോ ബൂത്തിലിരിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നാണ് അവർ മുന്നോട്ട് വെച്ചൊരു കാര്യം. അപ്പോൾ ഈ ബൂത്തിൽ ആളിരിക്കാനില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ ബൂത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് നിരീക്ഷിക്കാനോ പുറത്തു വരുന്ന വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിശോധിക്കാൻ ആ പാർട്ടിക്ക് അവിടെ ആളില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഡൽഹിയിൽ അത് പരിശോധിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ അതായിരിക്കും ചെയ്യുക? ഉത്തരം സിമ്പിളാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതാണ്. പക്ഷേ എന്ന് കരുതി കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടികൾക്ക് ബൂത്തിലിരിക്കാൻ ആളില്ല, അവർക്ക് താഴെത്തട്ടിൽ പ്രവർത്തകരില്ല എന്ന് കരുതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുമാവാം എന്ന രീതി പാടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ഇങ്ങനെ സംഭവിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന നിയമം, ആ നിയമം ഈ മോദി സർക്കാർ മാറ്റിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? സർക്കാർ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അപ്പോൾ സർക്കാർ ഒരു കാര്യത്തിൽ ഒരു കമ്മീഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഹിതമാണ് ആ കമ്മീഷൻ പ്രവർത്തിക്കുക. അതിൻ്റെ ഇൻഡിപെൻഡൻസി ഇല്ലാതായതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻസി ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂഴ്ന്നു നിൽക്കുകയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറേ നാളുകളായിട്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന രീതി
പഴയ രീതിയിലായിരുന്നപ്പോൾ തന്നെ ഈ ആക്ഷേപങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ രാജിവെച്ചതിന് ശേഷം പുറത്തു വന്ന് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇതിനൊരു മറയില്ലാതായെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസി ഇല്ലാതായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നുംപടി ചെയ്യുകയാണ്. ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി പലവട്ടം കത്തുകൾ വഴി ആവശ്യപ്പെട്ടിട്ടും അവരോട് സഹകരിക്കാതിരിക്കുക, അവർക്ക് മറുപടി കൊടുക്കാതിരിക്കുക എന്നത്ര അറഗൻസിലേക്ക് കമ്മീഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു റിഫോർമേഷനുള്ള തുടക്കം ഇന്ന് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് സ്ലൈഡുകളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നോക്കുക, ഇന്ത്യയെ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും നോക്കുന്നുണ്ടാവുക? ഇന്ത്യയുടെ ഏറ്റവും വലിയ റെപ്യൂട്ടേഷൻ, ഗ്ലോബൽ സ്റ്റേജിലെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ട്രാൻസ്പെറൻറ്റ് ഡെമോക്രസിയാണ്. കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെ പട്ടാളാട്ടിമറിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറികളോ നടക്കാറില്ല എന്നുള്ളതാണ്. ഒരു ശക്തമായ ജനാധിപത്യമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ ഗ്ലോബൽ സ്റ്റേജിൽ നമ്മളൊരു അന്തസ്സ് എന്ന് പറയുന്നത്. അതിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ അതിനെതിരെ ഒരു പ്രതികരണവും ഈ മണിക്കൂറിൽ ഉണ്ടായിട്ടില്ല. അല്പം മുമ്പ് കണ്ട ഒരു രസം, ഞാൻ ഒരു പോസ്റ്റ് കണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാച്ചിങ് എന്ന് കാണിക്കുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത് വാച്ച് ചെയ്യായിരിക്കും. പക്ഷേ ഞാൻ പറയുന്നത് വളരെ ഗുരുതരമായ, ഒരുപക്ഷെ ഇത്രയും നാൾ ആളുകൾ വിസ്പർ ക്യാമ്പയിനിലൂടെ പറഞ്ഞ, സോഷ്യൽ മീഡിയയിൽ അടക്കം പറഞ്ഞിരുന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഇനി പ്രതികരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പ്രതികരിക്കുമോ എന്നറിയില്ല. പക്ഷേ അതിലും മൗലികമായ കാര്യം ഇതാണ്. ഒന്നാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമരീതിയിൽ സുതാര്യത കൊണ്ടുവരുന്ന രീതിയിലുള്ള ആ നിയമം റദ്ദാക്കുകയോ പരിഷ്കരിക്കുകയോ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, വോട്ടർ പട്ടിക ക്രമക്കേട് ഏറ്റവും പ്രധാനം അവിടെയാണ്. ഇപ്പോൾ EVM റിഗ്ഗിങ് മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്ന, വോട്ടർ പട്ടിക കൃത്യമാണോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ താഴേക്കിടയിലുള്ള പ്രവർത്തകർ ശ്രമിക്കണം. കുറഞ്ഞ പക്ഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ചെയ്യുന്നുണ്ടാവും. അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ നടക്കും. നിഷാദ്, ഇതിനു മുമ്പുള്ള ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടു തന്നെയാണ്. BJP ആണെങ്കിൽ പറയും അവർക്ക് തെരഞ്ഞെടുപ്പ് തോറ്റതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവരങ്ങ് ഒഴിഞ്ഞു മാറും. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എഴുതിത്താന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിയോട് തന്നെ പലതവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ ഈ ഒരു വാർത്താ സമ്മേളനം കൂടി നോക്കുമ്പോൾ എന്താണ്, അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത കൂടി ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? ഞാൻ ഇന്നത്തെ ദിവസത്തിന് ഏറ്റവും വലിയ പ്രാധാന്യമായി കാണുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. കോൺഗ്രസ്സിന് ജിംസ് പറഞ്ഞ പോലെ സംഘടനയില്ല, മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനമില്ല, വ്യാജ വോട്ടർമാരും ഡ്യൂപ്ലിക്കേഷനും ഒക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള താഴെത്തട്ടിൽ അണികളില്ല എന്ന പ്രശ്നം കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് എപ്പോഴും പറയാവുന്ന ഒന്നാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സംഗതി അതാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ചോദ്യം ചോദിക്കാനുള്ള ദിവസമാണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴപ്പമാവും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ശ്രദ്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നന്നാക്കണം എന്നൊരു നിലയല്ലാതെ എടുക്കേണ്ടത് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുഴപ്പമാവാൻ പാടില്ല. ഒരു സ്വതന്ത്രനാണ് മത്സരിക്കുന്നത് കരുതുക, അയാൾക്ക് ബൂത്തിലിരിക്കാൻ ആളുകളുമില്ല, ഒരാളുമില്ല നോക്കാൻ. അയാൾക്കും നീതി ഉറപ്പാക്കാനുള്ള പരമമായ ബാധ്യതയുള്ള ഭരണഘടനാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോൺഗ്രസിന് ബൂത്തിൽ ആളുകളില്ല, CPM-ൽ അണികളില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് അണികളില്ല എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് മോശത്തരവും കാണിക്കാം എന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രം അക്കൗണ്ടബിൾ ആവേണ്ട ഒരു ദിവസമാണ് ഈ ദിവസം എന്ന് ഞാൻ പറയും. കാരണം എന്താണ്, നേരത്തെ അജ്മിസ് പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ഈ രാജ്യത്ത് നമ്മൾ കഴിഞ്ഞ 10-75 വർഷമായിട്ട് നിലനിന്ന് പോരുന്നു. ആരോഗ്യപരമായ ഒരു ഡെമോക്രസിയായിട്ട് നമ്മൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള നമ്മുടെ വിശ്വാസമാണ്. നമ്മളവർക്ക് വോട്ട് ചെയ്യുന്നു, നമ്മൾ ഭൂരിപക്ഷം പേരും വോട്ട് ചെയ്യുന്ന ആൾ ജയിക്കുന്നു എന്ന നമ്മുടെ കോൺഫിഡൻസ് ആണല്ലേ. അല്ലാതെ എല്ലാവരും ആൾക്കാർ വോട്ട് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ടാണ് ഈ ജനാധിപത്യം നിലനിൽക്കുന്നത്. നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും വോട്ട് ചെയ്യുന്ന ആളല്ല ജയിക്കാൻ പോകുന്നത്, അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വന്നാൽ പിന്നെ ഇവിടുത്തെ അർത്ഥം എന്താണ്? നാളെ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമോ? ഒരു ഭരണകൂടം അധികാരത്തിലിരിക്കാൻ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ തോറ്റുപോയാൽ, മറ്റുള്ളവർ കൂടുതൽ വോട്ടിന് ജയിച്ചാൽ ഒരാൾ മാറിക്കൊടുക്കുകയാണ് സാധാരണ ചെയ്യുക. അല്ല, കള്ളത്തരമാണിത് എന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളിൽ പലയിടത്തും, നമ്മുടെ അയൽപക്കത്ത് പാകിസ്ഥാനിലടക്കം നടക്കുന്ന പോലെയുള്ള അട്ടിമറി ആരോപണങ്ങളും ബഹളങ്ങളും ആഭ്യന്തര കലാപങ്ങളും ക്യാപിറ്റൽ തിയേറ്റർ കയ്യേറ്റവും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടോ? ഇല്ല. മൻമോഹൻ സിംഗ് തോറ്റാൽ മൻമോഹൻ സിംഗ് മാറിക്കൊടുക്കും, മോദി തോറ്റാൽ മോദി മാറിക്കൊടുക്കും എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതാണ് നമ്മളുടെ പരസ്പരമുള്ള ബഹുമാനവും നമ്മൾ ഈ സംഹിതയിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. അതിന് അള്ളു വയ്ക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉറച്ച് വിശ്വസിച്ചിരുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് കൺട്രി, അവിടെ ഏത് ഭരണാധികാരി അയാൾ ദുഷിച്ചാൽ അയാളെ മാറ്റാൻ കഴിയും എന്ന നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടല്ലോ. നാളെ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് എനിക്ക് തോന്നിയാൽ എനിക്കും പോയി മത്സരിക്കാൻ കഴിയും, ജനവിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ജയിക്കാൻ കഴിയും, എനിക്ക് ഈ നാടിനെ മാറ്റിമറിക്കാൻ കഴിയും എന്ന നമ്മുടെ ജനാധിപത്യപരമായ ആത്മവിശ്വാസം അതില്ലാതാക്കി. നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റില്ല, മത്സരിച്ചാലും നീ ജയിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ സർക്കാർ എന്തുമാത്രം കുഴപ്പത്തിലേക്ക് പോയാലും, ഞങ്ങളുടെ സർക്കാർ എന്തുമാത്രം ദുഷിച്ചാലും, നിങ്ങൾ ഏത് ജനങ്ങളുടെ പദയാത്രയുമായി വന്നാലും ഞങ്ങളെ വീഴ്ത്താൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിലാണ് സാധനം ഇരിക്കുന്നത് എന്ന് വന്നാൽ പിന്നെ ഈ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്?
അവിടെയാണ് പ്രശ്നം. ഇപ്പം നോക്കൂ, കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം നമുക്ക് അത് ശിഥിലമാക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ആകെമാനം നന്നായിക്കൊണ്ട് ഈ സർക്കാരിനെ വീഴ്ത്തുക ഇസ് നോട്ട് പോസിബിൾ. എങ്ങനെയാണ് ഈ സർക്കാരിനെ വീഴ്ത്തണമെങ്കിൽ സംഭവിക്കേണ്ടത്? ജനങ്ങളുടെ വികാരം ഉണ്ടാവുക. ഈ ഗവൺമെൻറ് ജനവിരുദ്ധമായ നയം സ്വീകരിക്കുന്നു. ഏത് ഗവൺമെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? അതിപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് ആയാലും കേന്ദ്രത്തിലെ ഗവൺമെൻറ് ആയാലും ജനവിരുദ്ധമായ ഒരു ഗവൺമെൻറ് ആയത് മാറിക്കഴിഞ്ഞാൽ ജനങ്ങളാണ് പിന്നെ ഡിസൈഡ് ചെയ്യുക. അതിന് ജനങ്ങളൊരു പാത്ത് കണ്ടെത്തും. ചിലപ്പോൾ കോൺഗ്രസ്, ചിലപ്പോൾ CPM, ചിലപ്പോൾ സമാജ്വാദി പാർട്ടി, ചിലപ്പോൾ RJD. ആ പാത്തിലൂടെ വോട്ട് ചെയ്ത് ഈ സർക്കാരിനെ തോൽപ്പിക്കാൻ ജനം തീരുമാനിക്കുമ്പോൾ ആ പാത്ത് സർക്കാർ ബ്ലോക്ക് ചെയ്യുക. അവിടെയാണ് പ്രശ്നം. അല്ലാതെ ഒരു പാർട്ടി സുശക്തമായി വന്ന് സർക്കാരിനെ തോൽപ്പിക്കാതെ ജനത്തിന് തോൽപ്പിക്കാൻ കഴിയണം, ജനത്തിന് ജയിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ജനത്തിൻ്റെ ആ പരമാധികാരത്തിൻ്റെ നിർവഹണ വഴിയെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു 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 എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു വെക്കുന്നുള്ള ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെയുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു 10-20 വർഷത്തിലേക്ക് നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുന്നത് ഒരു തുറന്നു കാട്ടലാണ് സത്യത്തിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. മാധ്യമങ്ങൾ ചെയ്യേണ്ട പണിയാണിത്. മാധ്യമങ്ങൾ പോലും ചെയ്യാത്ത ഒന്ന്. കഴിഞ്ഞ 20 വർഷത്തിലേക്ക് രാജ്യത്ത് കേട്ട ഏറ്റവും നടുക്കം ഉണ്ടാക്കുന്ന വാർത്ത. കാരണം എന്താണ്? ഇത് ഇന്ത്യയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇതൊരു പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കയിലെ ട്രംപ് തോറ്റുപോയപ്പോൾ കഴിഞ്ഞ് നമ്മൾ കണ്ടാണ്. അതാകാതിരിക്കാനുള്ള നമ്മുടെ ജാഗ്രതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണിത്. എന്തൊക്കെ കേൾക്കുന്നത്? ഒരു മണ്ഡലത്തിലെ മാത്രം കണക്ക് 1 ലക്ഷത്തോളം കള്ള വോട്ട്. ആർക്കൊക്കെയോ വോട്ട്. ഒരേ പേരുള്ള ആൾ പല സംസ്ഥാനത്ത് വോട്ട് ചെയ്യുന്നു. പടമില്ലാത്ത വോട്ടർമാർ, അച്ഛൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് അക്കങ്ങൾ മാത്രമുള്ള വോട്ടർമാർ. എന്തൊക്കെയോ എന്ത് വെള്ളരിക്ക പട്ടണമാണോ ഇത്? ഇത് നടന്നിട്ട് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ഉന്നയിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയാതിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശ്വാസം നഷ്ടപ്പെട്ട ഒന്നാമത്തെ നമ്മൾ പറയില്ലേ, കേന്ദ്ര ഏജൻസികൾ EDക്കും എൻഫോഴ്സ്മെൻറ്റിനും EDക്കും CBIക്കും അല്ലെങ്കിൽ ഈ മറ്റ് സർക്കാർ ഏജൻസികൾക്കോ വിശ്വാസം നഷ്ടപ്പെടുന്നത്. അതിനേക്കാൾ മേലെ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സംവിധാനമായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. എങ്ങനെയാണ് മാറിയത്? അതിന് ഒന്നാമത്തെ കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആളുകളെ നിയോഗിക്കുമ്പോൾ, കമ്മീഷണർമാരെ നിയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതി ഒരു ഡയറക്റ്റീവ് ഉണ്ടാക്കി. ഡയറക്റ്റീവിന് സ്വഭാവത്തിലുള്ള ഒരു നിർദ്ദേശം വെച്ചു. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അതിലുണ്ടാവണമെന്ന്. ഈ സർക്കാർ എന്ത് ചെയ്തു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ എടുത്തങ്ങോട്ട് മാറ്റി. എന്നിട്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും. അപ്പോൾ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററായ ഭൂരിപക്ഷമായി. പിന്നെ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക പോലും വേണ്ട. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ നിയോഗിക്കുന്നു. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കലണ്ടർ ഫിക്സ് ചെയ്യുന്നു. ഇന്ന് പ്രധാനമന്ത്രിക്ക് 4 ഉദ്ഘാടനം ഗുജറാത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ബാക്കി 4 സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ഇന്ന്, ഗുജറാത്തിൻ്റെ മറ്റന്നാൾ. കാരണം പ്രധാനമന്ത്രി മോദിക്ക് അവിടെ വോട്ട് ചെയ്യാനല്ല, പദ്ധതി ഉദ്ഘാടനം ചെയ്യാനുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിലാണ് വാർത്താ സമ്മേളനം നടത്തി ഞങ്ങൾ എല്ലാ തരത്തിലുള്ള മാൽ പ്രാക്ടീസും തടയും, ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഒരേ ഏർപ്പാടും ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരായി വന്നിട്ടുള്ള ആക്ഷേപങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം എവിടെയെത്തിയെന്ന് ചോദിച്ചപ്പോൾ അക്ഷരം മിണ്ടാതെ കുനിഞ്ഞിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കമ്മീഷൻ്റെ ആൾക്കാർ. 2019 മോദിക്ക് അമിത്ഷായ്ക്കെതിരെ ഡസൻ കണക്കിന് പരാതികൾ ഉണ്ടായി വന്നു. ഒരൊറ്റ ഒരെണ്ണത്തിൽ ആക്ഷൻ എടുക്കാത്ത ആൾക്കാരാണ് ഈ ആൾക്കാർ. അശോക് ലവാസ എന്ന് പറഞ്ഞ മനുഷ്യൻ കമ്മീഷനിൽ ഇറങ്ങിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഈ അട്ടിമറി കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റാതാണ്. 2024 തുറന്ന വർഗീയത നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ. ഈ കമ്മീഷൻ എവിടെയായിരുന്നു? നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഈ പറയുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിച്ച് വന്നപ്പോഴെല്ലാം ഒറ്റ വാക്കിൽ തള്ളിക്കളയുകയല്ലാതെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിങ്ങൾക്ക് അട്ടിമറി നടത്താൻ കഴിയാത്തതാണെന്ന് ശാസ്ത്രീയമായ തെളിവുകളോടെ ജനത്തിൻ്റെ മുന്നിൽ വെക്കാൻ ഇപ്പോഴും കഴിയാത്ത കമ്മീഷനാണ് ആ കമ്മീഷൻ. പിന്നെ പണത്തിൻ്റെ കുത്തൊഴുക്ക്, വർഗീയതയും ചട്ടലംഘനവും നടത്തുന്നതിനെക്കുറിച്ചുള്ള, പിന്നെന്താണ് ഈ ഷെഡ്യൂളുകൾ തെറ്റിക്കുന്നതിനെക്കുറിച്ച് സമയമായ കണക്ക് കൊടുക്കത്തില്ല. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച പ്രധാന സംഗതികളിലൊന്ന് 5 മണി കഴിയുമ്പോഴാണ് വോട്ടർ ഒറ്റ കയറ്റം കൊണ്ട് കയറുകയാണ്. പിന്നെ ചോദിച്ചാൽ കണക്ക് തരാൻ വൈകുകയാണ്. കാരണം എന്താ? ഇത് മുഴുവൻ മാൽ പ്രാക്ടീസിനും മാനിപ്പുലേഷനുള്ള സമയം എടുക്കുന്നുള്ള ആക്ഷേപമാണ് അതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 35,000 വോട്ടിൽ മാത്രം ഡിഫറൻസ് ഉള്ള 10-40 മണ്ഡലങ്ങളും എടുത്തു വെച്ചിട്ട് അതിൽ മാനിപ്പുലേറ്റ് ചെയ്താൽ ഇന്ത്യയിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. ആ പണി എടുത്തു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് കാണേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ വിശദീകരിക്കട്ടെ, ഒരു നിലയ്ക്കുള്ള പരിശോധനയോട് തുറന്ന സമീപനം സ്വീകരിക്കില്ല, ഡേറ്റ കൊടുക്കില്ല, ആരോപണം ഉന്നയിക്കുന്ന ആളുകളെ പാകിസ്ഥാനികളെന്ന് വിളിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും അലാമിംഗ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. രാഹുൽ ഗാന്ധി വളരെ സ്റ്റഡീഡായിട്ടാണ് അവതരിപ്പിക്കുന്നത്. മാധ്യമങ്ങളിലൊക്കെ വാർത്ത ആയിട്ട് വരേണ്ട വലിയ സാധനങ്ങൾ പ്രതിപക്ഷ നേതാവ് തുറന്നു കാണിക്കുന്നു. ഇനി ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കണം ഇത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കണം. ഇത് നോക്കൂ, ഇത് വളരെ സീരിയസ് ആണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഓരോന്നും, അത് എത്ര ചെറുതായാലും എത്ര വലുതായാലും, അവരാലോചിക്കേണ്ട കാര്യം അവരെടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്തിനാണ്? ജയിക്കാനാണ്, അല്ലേ? ഓരോ രാഷ്ട്രീയ പാർട്ടി പണിയെടുക്കുന്നത് ജയിക്കാനാണ്. BJP വിരുദ്ധ പാർട്ടിയാണെങ്കിൽ BJPയെ തോൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്ര പണിയെടുത്തിട്ടും കാര്യമില്ല, അവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഫ്രോഡ് പരിപാടികളെ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു വലിയ സമരമുന്നണി ഉണ്ടാക്കേണ്ട സമയമാണിത്. അല്ലാതെ വാർത്താ സമ്മേളനം നടത്തിയതുകൊണ്ടോ ധാർമ്മികത പ്രസംഗിച്ചുകൊണ്ടോ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ ഓർമ്മിപ്പിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഒരു കാര്യമില്ല.
നിങ്ങൾ പണിയെടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവണം. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് BJPയുടെ ഭാഗത്ത് പോയി ചേരുക, വലിയ പണിയെടുക്കാതെ ജയിക്കാം. നിങ്ങൾക്ക് BJPയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തിനോട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു തരം എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ശരിയാമണ്ണുള്ളൊരു മത്സരം നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ ഈ ദുരൂഹതകൾക്കെതിരായിട്ടുള്ള തുറന്ന പോരാട്ടം തുറക്കാൻ, അതിൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യരെ സംഘടിപ്പിക്കാൻ ഈ ഇന്ത്യ സഖ്യത്തിന് കഴിയണം. രാഹുൽ ഗാന്ധി അതിനകത്ത് വളരെ ശുഭകരമായൊരു തുടക്കമിട്ടു, ശ്ലാഘനീയമായ തുടക്കമാണ്. കാരണം അയാൾ അതിനകത്ത് അധ്വാനിച്ചു. സാധാരണ നമ്മൾ കോൺഗ്രസിന് ഇത്രയും അധ്വാനം കാണാറില്ല. അത്രയും പണിയെടുത്തു, നിരന്തരമായി കമ്മീഷനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഫൈനലി ഒരു വാർത്താ സമ്മേളനത്തിൽ വളരെ സിമ്പിളായി കാര്യങ്ങൾ വിശദീകരിച്ചു. അതിന് ഈ ജനാധിപത്യ ഇന്ത്യ രാഹുൽ ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയും. അത്രയും അധ്വാനിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രവർത്തന സംസ്കാരത്തിലേക്ക് ബാക്കി കോൺഗ്രസ്സുകാർക്ക് വരാൻ പറ്റണം, ആ പാർട്ടിക്ക് വരാൻ പറ്റണം, അതിൻ്റെ താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് വരാൻ പറ്റണം, അതിൻ്റെ തലമുതിർന്ന നേതാക്കളായിട്ടുള്ള ആളുകൾക്ക് വരാൻ പറ്റണം. ഇത് അന്തിമമായ പോരാട്ടമാണ്. അതിനെ ആ നിലയ്ക്ക് മനസ്സിലാക്കാൻ അവർക്ക് കഴിയട്ടെ, ആ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സഖ്യത്തിന് കഴിയട്ടെ. അല്ലെങ്കിൽ ഇന്ത്യ പോകുന്നത് എങ്ങോട്ടാണ് എന്നതിൻ്റെ ചിത്രം ഇന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ നമുക്കിതിനോട് പൂർണ്ണമായും വിധേയപ്പെടാം, അല്ലെങ്കിൽ പോരാടാം. അതെ, വളരെ ഗൗരവപൂർണമായൊരു വിഷയം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായും ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. പ്രതികരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.